ഹലോ അസ്സലാമു അലൈക്കും. എടാ +1 ഓണം പരീക്ഷയ്ക്ക് ഫസ്റ്റ് ടേം എക്സാം നടക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഏരിയകളിൽ നിന്നാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദ്യം വരാനുള്ളൊരു ഔട്ട്ലൈൻ തരാനാണ് സാറ് വീഡിയോ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെഡിയാണല്ലോ? അപ്പോൾ സാർ കുറച്ച് കാര്യങ്ങൾ പ്രഡിക്ഷനായിട്ട് പറയാൻ പോവാണ്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കുറച്ച് നടന്ന എക്സാമ്പിൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഇങ്ങനെ ചില വാക്കുകൾ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അറബിയിലേക്കാക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചില വേർഡ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് എഴുതാനും, അതേപോലെ തന്നെ ചില ഇംഗ്ലീഷ് കൊടുത്തിട്ട് അറബി ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. സോ അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ബോക്സുകൾക്കുള്ളിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അധികം ചോദിക്കാറുള്ളത്. ആ ഭാഗം നിങ്ങൾ നോക്കി പഠിച്ചു പോകുക കേട്ടോ. മറ്റൊന്ന്, നമുക്ക് എന്തായാലും പാരഗ്രാഫ് അല്ലെങ്കിൽ എസ്സേ വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് എന്താ വെച്ചാൽ, ഒന്ന് കം തെസ്റ്റക്കി എന്ന് പറയുന്ന കവിത, കം തെസ്റ്റക്കി എന്ന് പറയുന്ന ഈലിയ അബൂമാൽ എഴുതിയിട്ടുള്ള കവിതയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എസ്സേയോ പാരഗ്രാഫോ അല്ലെങ്കിൽ കവിത മാച്ച് ചെയ്യാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും എസ്സേ ആസ്വാദനക്കുറിപ്പ് മുദക്കിറത്ത് നിസ്തിഖ്സാനി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊന്ന്, എന്തായാലും പാരഗ്രാഫോ അതല്ലെങ്കിൽ എസ്സേയോ വരാൻ സാധ്യതയുള്ള, വളരെ സാധ്യത 90% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഹനി ലക്കു എന്ന് പറയുന്ന ഒരു കവിതയെ കുറിച്ചിട്ടുള്ള ആസ്വാദനക്കുറിപ്പ് ചോദിച്ചതാണ്. ഈ ആസ്വാദനക്കുറിപ്പ് ചോദിച്ച ഗുണം എന്താ വെച്ചാൽ, അത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പാരാഗ്രാഫ് ചോദിച്ചാലും, അതേപോലെ തന്നെ ഫിക്രത്തുൽ മർക്കസിയ ഉള്ളടക്ക ആശയം എഴുതാൻ ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ സെയിം പോയിന്റ് വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റും. സോ നിങ്ങൾ വളരെ പ്രധാനമായി പഠിച്ചു പോകുന്ന കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഹനി ലക്കുവിനെ കുറിച്ചുള്ള. അതില്ലാത്തൊരു ഫസ്റ്റ് ടേം എക്സാം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവായിരിക്കും. മറ്റൊന്ന്, ഈ ഒരു ഫസ്റ്റ് ടേമിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രാമറാണ് ഇസ്മ് ഫഇൽ ഹർഫ്. ഒരു പാരാഗ്രാഫ് തരുന്നു, അത് സെപ്പറേറ്റ് ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. മറ്റൊന്ന്, ഈ ഫസ്റ്റ് ടേം എക്സാമിൽ നിർബന്ധമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ബയോഡാറ്റ തയ്യാറാക്കുക എന്നുള്ളത്. ഓക്കെ, ഈ ബയോഡാറ്റ തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻസും സ്ഥിരമായി ഫസ്റ്റ് ടേം എക്സാമുകൾ വരാറുണ്ട്. മറ്റൊന്നാണ്, നമുക്കൊരു പാരഗ്രാഫ് തരുന്നു, അതുമായി ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ ചോദ്യം കൊടുക്കും, അതല്ലെങ്കിൽ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി പറയും. രണ്ടായാലൊന്ന് ചോദ്യം ഉണ്ടാക്കാനോ ചോദ്യം ആൻസർ ചെയ്യാനുള്ള ചോദ്യം, അത് സ്ഥിരമായി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഫസ്റ്റ് ടൈം എക്സാമിൽ വരാറുണ്ട്. മറ്റൊന്ന്, നിങ്ങൾ പഠിച്ചിട്ടുള്ള 2ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈജാബിയ സൽബിയ നെഗറ്റീവും പോസിറ്റീവും സെപ്പറേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിക്കൊണ്ട് നമ്മളെ ഫസ്റ്റ് ടൈം എക്സാമിന് വരാറുണ്ട്. മറ്റൊന്ന്, 3 ഖിയമുൽ ഇൻസാനിയ, അതേപോലെ ഖിയമു ത്വബീഇയ്യ, അതേപോലെ ദവാജീനിയ, ഈ 3 കാര്യങ്ങൾ കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഖിയമുൽ ഇൻസാനിയ, ത്വബീഇയ്യ അല്ലെങ്കിൽ ദവാജീനിയ എന്തെങ്കിലും ഈ 3 കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ഫസ്റ്റ് ടൈമിൽ എക്സാമുകൾ വരാറുണ്ട്. മറ്റൊന്ന്, ഈ ഭാഗത്തുള്ള ഏതെങ്കിലും 2ാമത്തെ യൂണിറ്റ് അതിലൊരു ഹദീസ് കൊടുക്കും. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, താഴെ കൊടുക്കുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് അവസാന ടേം എക്സാമുകളൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഏതെങ്കിലും കവിതയിലെ 2 വരി, നമുക്ക് 2 കവിതയാണ് പഠിച്ചെടുക്കാം, തെസ്റ്റക്കിയും ഹനിയലക്കും. ഈ ഏതെങ്കിലും കവിതയിലെ 2 വരി കൊടുത്തിട്ട് അതിൻ്റെ ആശയം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് സ്ഥിരമായി കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കഥയെ ബേസ് ചെയ്തുകൊണ്ട് സാലിമിൻ്റെ ഔവനുൽ ബുയൂത്ത് എന്ന കഥ ബേസ് ചെയ്തുകൊണ്ട് കഥയിൽ ഡയലോഗ് കൊടുത്തിട്ട് അതുമായി റിലേറ്റഡ് 2-3 ചോദ്യങ്ങൾ കൊടുത്തിട്ട് അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഹിവാർ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ സ്ഥിരമായിക്കൊണ്ട് ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ്. മറ്റൊന്ന്, പാരഗ്രാഫിനെ നമ്മൾ മാറ്റി എഴുതാൻ ഹുവയെ ഹിയാക്കി മാറ്റി എഴുതാൻ, അങ്ങനെ സ്ത്രീയെ പുരുഷനാക്കി മാറ്റിയുള്ള ടൈപ്പ് പാരഗ്രാഫുകൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. മറ്റൊന്ന്, നിങ്ങൾക്ക് സ്ഥിരമായി നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സാമിൽ കാണാൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഫിൽ മാലി മുലാരി അംബ്രിനഹി. ഇത് ബോക്സ് തന്നുകൊണ്ട് പരസ്പരം ഒന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ് എല്ലാ എക്സാമുകളും അതേക്കുറിച്ച് 1 വേർഡുകളും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നമ്മൾ ജോലികളുടെ അറബി, അതേപോലെ തന്നെ സ്കൂൾ ഉപകരണങ്ങളുടെ അറബി, നമ്മൾ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അറബി, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിച്ച് കാണാറുണ്ട്. അവസാനം വന്ന ചില എക്സാമുകളില്ലെങ്കിലും സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കവിതൻ്റെ ലൈന് തരുന്നു, അതിൻ്റെ മീനിങ് തരുന്നു, ഇതിൽ സ്യൂട്ടബിളായ മീനിങ്ങുകൾ കവിതയുടെ ലൈനും തമ്മിൽ മാച്ച് ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് അഫിൽ വുളു ഇസ്രാഫ്, ഇത് 2-3 റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ഈ ചോദ്യം ചോദിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അത് ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എപ്പോഴും പറഞ്ഞു എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടേം എക്സാമുകൾ ആവർത്തിച്ചല്ലെങ്കിൽ സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഏരിയ പഠിച്ചു പോയാൽ ഷുവറാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
സ്കോർ ചെയ്യാൻ പറ്റും. ഇത് മുഴുവനും നമ്മൾ നമ്മുടെ ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഇതുകളും എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സിനെ കൂട്ടി വന്ന് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുക, നിർബന്ധമായി നമ്മൾ ലൈവിൽ കാണാൻ വേണ്ടി നിങ്ങൾ എത്തണം. മാത്രമല്ല ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ലൈവ് അറബി ക്ലാസ് കണ്ടതിൻ്റെ ഗുണം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. സാർ ഒന്ന് വായിച്ചു നോക്കാം. ബാക്കി നമുക്ക് ലൈവിൽ കാണാം കേട്ടോ എല്ലാവരോടും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ലൈവിൽ കാണാം.